സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ മെയിൻസ് എക്സാമിനേഷനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈക്കോളജി. സോ സൈക്കോളജിയുടെ നമ്മുടെ ക്ലാസ് സീരീസിലെ 3ാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്. ഇന്ന് നമ്മൾ ബിഹേവിയറിസം, അതിൻ്റെ കീ കോൺസെപ്റ്റ്, അതിൻ്റെ തിയറീസ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പഠിക്കും. ഓക്കെ, ഓൾറെഡി നമ്മൾ 2 ക്ലാസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും അതേപോലെ തന്നെ സൈക്കോ അനാലിസിസിനെ കുറിച്ചൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ 3ാമത്തെ ക്ലാസ് കാണാൻ വരിക. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ, കണ്ടിന്യൂറ്റി ഉണ്ടാകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതർവൈസ് കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ PDF കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ ഗ്രൂപ്പ് UPSC ടെലിഗ്രാം ഗ്രൂപ്പ് UPSC KAS 2024 എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ നിങ്ങൾക്കൊരു 450 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ ഈ PDF ഒക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഓൾറെഡി 2 ക്ലാസ്സിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് കിടക്കാം. സോ ഇന്നത്തെ ടോപ്പിക്ക് ബിഹേവിയറിസം അല്ലെ ബിഹേവിയറിസ്റ്റിക് തിയറി എന്നൊക്കെ പറയും. ഓക്കെ, സോ ജോൺ ബി വാട്സൺ ആണ് ബിഹേവിയറിസത്തിൻ്റെ ഫാദർ. ഹു ഈസ് ദ ഫാദർ ഓഫ് ബിഹേവിയറിസം? ജോൺ ബി വാട്സൺ. സോ വാട്സോണിയൻ ബിഹേവിയറിസം എന്നൊക്കെ പറയും. അതിനു മുമ്പ് ഈ ബിഹേവിയറിസം എന്നുള്ള കോൺസെപ്റ്റ്, ഈ സ്ട്രിക്റ്റ് ബിഹേവിയറിസ്റ്റ് അവർ ബിലീവ് ചെയ്തു ഓൾ ബിഹേവിയേഴ്സ് ആർ ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ സൈക്കോ അനാലിസിസ് പറയുകയാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ബിഹേവിയറിസ്റ്റ് പറയുന്നതാണ് അതൊന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിനെ ബാധിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നത് എന്നാണ് ബിഹേവിയറിസ്റ്റിക് പറയുന്നത്. അതാണ് ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, so any person regardless of their background can be trained to act in a particular manner given the right of condition. ഈ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ക്ലാസ്സിൻ്റെ കുറച്ച് അവസാനം എത്തിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി പഠിക്കും. കണ്ടീഷനിങ് എന്നൊന്നുമില്ല, നമ്മൾ ഒരു ലിവിങ് ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു ലിവിങ് ബീയിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ട്രെയിനിങ് കൊടുക്കും, കുറച്ച് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ആ ലിവിങ് ഓർഗാനിസം എന്താണ്, ഇറ്റ് വിൽ ആക്ട് ഇൻ എ പെർട്ടിക്കുലർ മാനർ. നമ്മൾ ട്രെയിൻ ചെയ്ത രീതിയിൽ അത് ബിഹേവ് ചെയ്യും. ഓക്കെ, അതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിങ്ങിനെ കുറിച്ച് നമ്മൾ പാവ്ലോഗിൻ്റെ ഒരു തിയറി ഒക്കെ ഉണ്ട്, അത് അവസാനം വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ വാട്സൺ ബിഹേവിയറിസ്റ്റ് തിയറി ഫോക്കസ്ഡ് ഓൺ ദി ഇൻറ്റേർണൽ നോട്ട് അല്ലേ, അവർ ഇൻറ്റേർണൽ ഇമോഷൻസിനെ അല്ല ഫോക്കസ് ചെയ്തത്, ഞാൻ പറഞ്ഞു. ഓക്കെ, സൈക്കോളജിക്കൽ കണ്ടീഷൻസിനെ ഒന്നുമല്ല ഫോക്കസ് ചെയ്തത്. ബട്ട് സൈക്കോ അനാലിസിസിൽ ഇൻറ്റേർണൽ ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തത് അല്ലേ. പക്ഷേ ബിഹേവിയറിസത്തിൽ വരുന്ന സമയത്ത് അതൊന്നുമല്ല അവർ ഫോക്കസ് ചെയ്തത്. ബട്ട് റേദർ ദേ ഫോക്കസ്ഡ് ഓൺ ദി എക്സ്റ്റേണൽ ആൻഡ് ഔട്ട്വേർഡ് ബിഹേവിയർ. ഓക്കെ, നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ഈ പറഞ്ഞ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് എന്നാണ് ബിഹേവിയറിസത്തിൽ പറയുന്നത്. ഓക്കെ, വാട്സൺ പുട്ട് ദി എംഫസിസ് ഓൺ എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് ദ റിയാക്ഷൻ ഓൺ എ ഗിവൻ സിറ്റുവേഷൻ റാദർ ദൻ ഇൻറ്റേർണൽ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദോസ് ഓഫ് പീപ്പിൾ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ, നമ്മളിപ്പം പറഞ്ഞു തന്നെയാണ്. സോ സൈക്കോ അനാലിസിസും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസും ബിഹേവിയറും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ. ഒന്ന്, സൈക്കോ അനാലിസിസ് എന്താണ്, നമ്മുടെ ഇൻറ്റേർണൽ മെൻ്റൽ സ്റ്റേറ്റ് അല്ലേ, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതാണ് പഠിക്കുന്നത്. അൺകോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അത് ഞാൻ കൂടുതൽ പോകുന്നില്ല, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ആണ്. ബട്ട് ഹിയർ ഇതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക്. ഈ ഒരു തിയറി വെച്ചിട്ടാണ് പിന്നീട് എല്ലാം ഇങ്ങനെ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ബിഹേവിയറിസം. ഓക്കെ, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ലൈസ് ഓൺ ദ സ്ട്രക്സ് ഓൺ ദ റോൾ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി. ഓൾറെഡി പറഞ്ഞു അല്ല, ഇൻ ഡിറ്റർമൈനിങ് ദി വേ വാട്ട് വി ആക്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ വേയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, ജസ്റ്റ് റീഡ് ചെയ്യുക, ലീവ് ഇറ്റ്. ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫർദർ. ഓക്കെ, പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് ബിഹേവിയർ. ഓക്കെ, ടൈപ്സ് ഓഫ് ബിഹേവിയർ. നമ്മുടെ വാട്സണ് നമ്മുടെ ബിഹേവിയർ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബിഹേവിയേഴ്സ് എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ഒരുപക്ഷെ ചോദിക്കാം. ഓക്കെ, 4 രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റാണ് എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഒവേർട്ട് ബിഹേവിയർ എന്ന് പറയും. അതായത് ബിഹേവിയർ വിച്ച് ക്യാൻ ബി ലേൺഡ്.
ആൻഡ് ഈസ് ഒവേർട്ട്. ഓക്കെ, അതായത് ഒവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ. ഓക്കെ, പരസ്യമായി എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇറ്റ്സ് ഓപ്പൺ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനും സാധിക്കും, സച്ച് ആസ് ടോക്കിംഗ്, റൈറ്റിംഗ്, പ്ലേയിങ്, അല്ലേ? ഇതൊക്കെ നമുക്ക് ലേൺ ചെയ്യാൻ സാധിക്കും, അല്ലേ? ലേൺ ചെയ്യാൻ സാധിക്കും, വിച്ച് ക്യാൻ ബി ലേൺഡ് ആൻഡ് ഈസ് ഒവേർട്ട്, പരസ്യമാണ്. നെക്സ്റ്റ് വൺ, ഇംപ്ലിസിറ്റ്, കൊവേർട്ട് ബിഹേവിയർ, അല്ലേ? മറ്റേത് ഒവേർട്ട്, ഇത് കൊവേർട്ട് ബിഹേവിയർ വിച്ച് ക്യാൻ ബി ലേൺഡ്. ഇതും പഠിക്കാൻ സാധിക്കും. ബട്ട് കൊവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രട്ട്, അല്ലേ? കാണാൻ സാധിക്കാത്തത് സീക്രട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് കൊവേർട്ട്, നമുക്ക് ഓപ്പൺ അല്ല, ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ. സോ സച്ച് ആസ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് നമ്മുടെ ഹേർട്ട് റേറ്റ്, അല്ലേ? ഹേർട്ട് റേറ്റ് ഒക്കെ, അല്ലേ? നമുക്കത് കാണാൻ സാധിക്കില്ലല്ലോ, അല്ലേ? നമുക്കത് ഹേർട്ട് റേറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമോ, അല്ലേ? സോ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും മനസ്സിലായല്ലോ. ദ തേർഡ് വൺ ഈസ് എക്സ്പ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ. ഓക്കെ, അത് പറയുന്നത് എന്താണ്? ബിഹേവിയർ വിച്ച് കംസ് നാച്ചുറലി ആൻഡ് ഈസ് വിസിബിൾ. അതായത് എക്സ്പ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ അത് നാച്ചുറലി വരികയാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. എക്സാമ്പിളും കൊടുക്കുന്നുണ്ട്. ഗ്രാസ്പിങ്, നമ്മൾ കണ്ണുപൂട്ടുന്നത്, സ്നീസ് ചെയ്യുന്നത്, അല്ലേ? ചുമ്മുന്നത്, യെസ്, ഗ്രാസ്പിങ്, അങ്ങനെയുള്ള പല എക്സാമ്പിൾസും കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഫോർത്ത് വണ്ണാണ് ഇംപ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയർ. ഓക്കെ, ഇംപ്ലിസിറ്റ് അൺലേൺഡ് ബിഹേവിയറിൽ എന്താണ്? ബിഹേവിയർ, അതെ, വിച്ച് കംസ് നാച്ചുറലി. ഇതും നാച്ചുറലി തന്നെയാണ് വരുന്നത്, ബട്ട് നോട്ട് വിസിബിൾ. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കില്ല. എക്സ്പ്ലിസിറ്റിൽ നാച്ചുറലിയാണ് വരുന്നത്, പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അത് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. എക്സാമ്പിൾ കൊടുക്കാൻ ഗ്രാൻഡുലാർ സെക്രീഷൻ, സർക്കുലേറ്ററി, അല്ലേ? ഇതൊന്നും നമുക്ക്, നമ്മുടെ ഹോർമോൺ സെക്രീഷൻ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ, ബട്ട് ഇറ്റ് കംസ് നാച്ചുറലി, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. സോ ഇതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് അക്കോർഡിംഗ് ടു വാട്സൺ. ഇത് പഠിക്കുക കേട്ടോ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ വാട്സണ് 4 മെത്തേഡ്, അതായത് വാട്സൺ പ്രപ്പോസ്ഡ് 4 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സ്റ്റഡി ദിസ്. ഇത് ഈ ഇപ്പം പറഞ്ഞ ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വാട്സണ് 4 മെത്തേഡ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒബ്സർവേഷൻ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ തന്നെ റീഡ് ചെയ്യുക, ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇറ്റ്സ് ഈസി. അടുത്തത് ദ കണ്ടീഷൻഡ് റിഫ്ലെക്സ് മെത്തേഡ് വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ബൈ പാവ്ലോവ്. ഇത് നമ്മുടെ ക്ലാസ്സിൽ അവസാനം എത്തുന്ന സമയത്ത് നമ്മളിത് പഠിക്കും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ, കണ്ടീഷൻഡ് റിഫ്ലെക്സ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് ടെസ്റ്റിംഗ്. നാലാമത്തത് വെർബൽ റിപ്പോർട്ട്. സോ ഈ 4 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബിഹേവിയർ പഠിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ വാട്സൺ പറയാണ്. അടുത്ത കുറച്ച് ടേംസ് ആണ്. ഓക്കെ, വാട്സൻ്റെ ബിഹേവിയർ ഈ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഇറ്റ്സ് ഈസി. ഫസ്റ്റ് വൺ ഈസ് ഇൻസ്റ്റിങ്ക്റ്റ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഗോൾ ഡയറക്റ്റഡ് ആൻഡ് ഇന്നേറ്റ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. ഓക്കെ, നമ്മൾ പഠിക്കാതെ തന്നെ കുറേ കാര്യങ്ങൾ നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? അതിനാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ആർ ദ നോട്ട് റിസൾട്ട് ഓഫ് ലേണിംഗ് ഓർ എക്സ്പീരിയൻസ്. എക്സാമ്പിൾ എന്താണ്? ഇൻഫൻറ്റ്. ഓക്കെ, ഒരു ചെറിയൊരു ബോൺ, അല്ലേ? ഇൻഫൻറ്റ്, ആ കുട്ടിക്ക് താനേ അറിയാൻ സാധിക്കും, അല്ലേ? മദറിൻ്റെ പാല് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? സക്ക് ഔട്ട് ഓഫ് ദ നിപ്പിൾസ്, റൈറ്റ്? ആ കുട്ടിക്ക് അറിയാം, അല്ലേ? ആ കുട്ടിക്ക് അത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ബേർഡ്സ്. ഓക്കെ, ഈ വിൻ്റർ ആവുന്നതിന് മുമ്പ് ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യും. ഇത് ബേർഡ്സിനെ ആരെങ്കിലും പഠിപ്പിച്ചത് കൊടുത്താണോ നിങ്ങൾ മൈഗ്രേറ്റ് ആണ്? അല്ല, ബേർഡ്സിന് അത് ഓൾറെഡി അവരുടെ നാച്ചുറലി കേപ്പബിൾ ആണ്, അല്ലേ? അത് അവർ പഠിക്കുന്നതുമല്ല, അവർ എക്സ്പീരിയൻസും അല്ല, ബട്ട് ദേ നോ അബൌട്ട് ഇറ്റ്. സോ ബോത്ത് ദിസ് ബിഹേവിയർ ഒക്കർ നാച്ചുറലി ആൻഡ് ഓട്ടോമാറ്റിക്കലി. ഇത് ആരുടെയും സഹായം കൊണ്ടൊന്നും ലേൺ ചെയ്യുന്നതല്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കീവേഡാണ് ഇൻസ്റ്റിങ്ക്റ്റ്, ഓർത്തിരിക്കുക. പിന്നീടുള്ളത് ഇമോഷൻസ്. ഓക്കെ, ഇമോഷൻസ്, തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ തന്നെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങളിത് റീഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാമിൽ ഓൾറെഡി പറഞ്ഞല്ലോ, UPSC KS 2024 വന്ന് നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഭയങ്കരമായി നീണ്ടുപോകും. ആൻഡ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ബോത്ത് എനിക്കും നിങ്ങൾക്കും. ഓക്കെ, ലേണിംഗ്. അതേപോലെ തന്നെ അടുത്തൊരു ലേണിംഗ് നിങ്ങൾ റീഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ദ മൈൻഡ് ബോഡി പ്രോബ്ലം. ഇവിടെ കുറച്ചൊരു ടേംസ് ഉണ്ട്. ഈ ടേംസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ദ മൈൻഡ് ബോഡി പ്രോബ്ലം. 4 വ്യൂസ് ഓൺ ദ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് എക്സിസ്റ്റഡ് ബൈ ദ ടൈം ഓഫ് വാട്സൺ. അതെ, വാട്സണ് തൻ്റെ തിയറി ഫോം ചെയ്യുന്നത്, അതായത് അവരുടെ ബിഹേവിയറിസ്റ്റ് തിയറി ഫോം ചെയ്യുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ ഒരു 4 വ്യൂസ് ഓഫ് ബോഡി മൈൻഡ് പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയാണ്? ഇൻട്രാക്ഷനിസ്റ്റ് വ്യൂ. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാക്ഷനിസ്റ്റ് വ്യൂ. ഈ വ്യൂവിൽ എന്താണ് പറയുന്നത്? മൈൻഡും ബോഡിയും തമ്മിൽ
Okay, they have influences each other. According to this view, mind and body interact in a way, mind influences the body, അതേപോലെ തന്നെ ബോഡി മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് മൈൻഡും ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് ഈ ഇൻട്രാക്ഷനിസ്റ്റ് വ്യൂ പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? സൈക്കോ ഫിസിക്കൽ പാരാലിസിസം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട. ഇൻഫാക്റ്റ് ഇത് എക്സാമിൽ ഓപ്ഷൻസിലും അതേപോലെ തന്നെ എക്സാംസിൽ എവിടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം ഇതെന്താ ഈ ഒരു കാര്യം പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സൈക്കോ ഫിസിക്കൽ പാരാലിസിസം. ആസ് പെർ ദിസ് വ്യൂ, മെൻ്റൽ ആൻഡ് ബോഡിയും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും പാരലാണ്. അവർ ഇൻട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോ ഇൻട്രാക്ഷൻ. ഇവിടെ ഭയങ്കര മഴയാണ്. സോ ഓഡിയോയിൽ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. ആസ് പെർ ദിസ് വ്യൂ, ഓക്കെ, മൈൻഡും ബോഡിയും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഇല്ല എന്നാണ് സൈക്കോ ഫിസിക്കൽ പാരാലിസിസം പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ അങ്ങനെയല്ല, ഇൻട്രാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. തേർഡ് വൺ ഈസ് എപ്പിഫിനോമിനാലിസം. ഇതെന്താ പറയുന്നത്? ദിസ് വ്യൂ സേസ് ദാറ്റ് മെൻ്റൽ ഇവൻറ്റ്സ് ആർ ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് ബോഡി. മെൻ്റൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ബോഡിയുടെ ബൈ പ്രൊഡക്ട്സ് ആണ്. ബട്ട് ഡു നോട്ട് കോസ് ദ ബിഹേവിയർ. പക്ഷേ ബിഹേവിയർ ഉണ്ടാവില്ല. വിച്ച് മീൻസ് ദാറ്റ് ബോഡിലി ഇവൻറ്റ്സ് കോസ് മെൻ്റൽ ഇവൻറ്റ്സ്. അതായത് ബോഡിലി ഇവൻറ്റ്സ് നമുക്ക് മെൻ്റൽ ഇവൻറ്റ്സ് കോസ് ചെയ്യും, പക്ഷേ മെൻ്റൽ ഇവൻറ്റ്സ് നമുക്ക് ബോഡി ഇവൻറ്റ്സ് കോസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എപ്പിഫിനോമിനലിസം മനസ്സിലാക്കുക. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഫിസിക്കൽ മോണിസം അല്ല മെറ്റീരിയലിസം എന്നൊക്കെ പറയും. സോ ഈ വ്യൂ എന്ത് ചെയ്തു? ഇസ് ഡിസ്റിഗാർഡഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മെൻ്റൽ ഓർഡർ, കോൺഷ്യസ്നെസ് അല്ലേ, നമ്മുടെ കോൺഷ്യസ്നെസ് മെൻ്റൽ ഓർഡറിനെയൊക്കെ ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ട്, ഇതൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഫിസിക്കൽ മോണിസം എന്ന് പറയുന്ന ടോപ്പിക്. So altogether, initially accepted the epiphenomenalism viewpoint, Watson lays it to the physical monism viewpoint. Okay, just read it. And the sex education എന്ന് പറഞ്ഞൊരു ഇതും കൂടി വാട്സൺ പറയുന്നുണ്ട്. വാട്സൺ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഓൾസോ അപ്രീഷിയേറ്റഡ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞ വാട്സണും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ബിഹേവിയറിസ്റ്റിക് തിയറീസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വളരെ സ്പീഡിൽ പറഞ്ഞു പോകാം. ബിഹേവിയറിസ്റ്റിക് ലേണിംഗ് തിയറീസ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഈ പോർഷനിൽ നിന്നായിരിക്കും ചോദിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ പോർഷൻസ് ചോദിക്കുന്നില്ല എന്നല്ല, പക്ഷേ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു പോർഷൻ ഈ ഒരു പോർഷനാണ്. സോ നമ്മൾ സൈക്കോ അനാലിസിസിനും കുറച്ച് തിയറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല, അതേപോലെ ബിഹേവിയറിസ്റ്റിക് ഈ ഒരു തിയറി ഉണ്ട്, ഒരുപാട് ലേണിംഗ് തിയറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസ് അല്ല നമ്മൾ ആദ്യം കേട്ടത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസിൽ തന്നെ 2 തിയറീസ് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസ് ഉദ്ദേശിക്കുന്നത്? ബിഹേവിയറിസ്റ്റ്, അതായത് ഈ പറഞ്ഞ സ്കോളേഴ്സ് എന്ത് ചെയ്യും? ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഒരു സെൽഫ് മെയിൻറ്റെയിനിങ് മെക്കാനിസമായി കൺസിഡർ ചെയ്യും. They assumed that the essence of human machine is a system of receptors, okay, sense organs, conductors, neurons, brain and spinal cord, etc. to achieve fueling and controlling of organisms and glands, having thus defined the human being on this pattern of machine. The pure behaviorists have almost completely eliminated any mentalistic concept. അതായത് ഓൾറെഡി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ അല്ലേ, സ്ട്രിക്റ്റ് ബിഹേവിയറിസ്റ്റിക് പറയാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മളെ ബിഹേവിയറിസത്തിനെ സ്വാധീനിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഇൻ്റേണലി നടക്കുന്ന കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും മെൻ്റൽ തോട്ടും കോൺഷ്യസ്നെസ് ഒന്നും അല്ലാന്ന പ്യുവർ ബിഹേവിയറിസ്റ്റിക് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ബിഹേവിയറിസ് ആർ ലേൺഡ് ബൈ കണക്റ്റിംഗ് ന്യൂട്രൽ സ്റ്റിമുലസ് വിത്ത് എ പോസിറ്റീവ് വൺ, സച്ച് ആസ് പാവ്ലോവിൻ്റെ ഡോഗ് ഹിയറിംഗ് എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. സോ ഓക്കെ, അതിനെയാണ് കണ്ടീഷണൽ റെസ്പോൺസ് അല്ലെ. കണ്ടീഷണൽ റെസ്പോൺസ് ഓൾറെഡി പറഞ്ഞു, ഒരു ലിവിങ് ഓർഗാനിസത്തിനെ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി കൊണ്ടുവരുന്നതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് റീഡ് ചെയ്യുക, ഇത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസ് എന്ന് ഉദ്ദേശിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് തിയറീസിലോട്ടേക്ക് കിടക്കാം. ഫസ്റ്റ് തിയറി ഇസ് ദാറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓഫ് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഓക്കെ, സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് പാവ്ലോവ് ഡോഗ് ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, സോ ഇൻസിഡൻ്റ്ലി പാവ്ലോവ് ഡോഗുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോഗ്സിനുമായിട്ട് സമയത്ത് ബെല്ലടിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻസിഡൻ്റ്ലി കം അക്കോസ് ആൻ ഇൻട്രസ്റ്റിംഗ് ലേണിംഗ് ഫിനോമിനോൺ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, ഡോഗ് എക്സ്പെരിമെൻറ്റ്.
ഓക്കെ, അതായത് പാവ്ലോഗ് കണ്ടുപിടിക്കുന്നത് എന്താണ്, ബെൽ വാസ് സൗണ്ടഡ് ജസ്റ്റ് ബിഫോർ എ ഹൺഗ്രി ഡോഗ് വാസ് പ്രസൻറ്റഡ് വിത്ത് ഫുഡ്. അതായത് വിശന്നിരിക്കുന്ന ഒരു നായയുടെ അരികിൽ, ഡോഗിൻ്റെ അരികിൽ ബെല്ലടിച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ഓക്കെ, നായ ഭക്ഷണം കഴിച്ചു. മനസ്സിലായല്ലോ. സോ പിന്നീട് ഈ ബെല്ലടിക്കുന്ന സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിലും ഈ ബെല്ലടിച്ചാൽ തന്നെ നായക്ക് മനസ്സിലായി എന്താണ് ഫുഡ് തരാനുള്ള സമയമായി എന്നുള്ളത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് ഒരു ബേസിക് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഡോഗ് വാസ് പ്രസൻറ്റഡ് വിത്ത് ഫുഡ് ആഫ്റ്റർ സെവറൽ ട്രേക്ക് ഡോഗ് വുഡ് സാൽവേറ്റ് സിംപ്ലി അറ്റ് ദ സൗണ്ട് ഓഫ് ദ ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് മാത്രം ഡോഗ് എന്താ പറയുക സാൽവേറ്റ് ചെയ്യും. ഓക്കെ, തുപ്പൽ വരാൻ തുടങ്ങും. അതായത് ഫുഡ് കിട്ടും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതിനെയാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഡോഗ് ആൻഡ് ബെൽ എക്സ്പെരിമെൻറ്റ് ഓഫ് പാവ്ലോ. സോ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഓഫ് പാവ്ലോക്ക് മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് ദ തിങ്. ഇങ്ങനെ നമുക്ക് ബിഹേവിയറിസം മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത്. The bell, which had no particular meaning for the dog, became a conditioned stimulus because of its association on pairing with the food. ഫുഡാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ്. പിന്നീടുള്ളത് വാട്സോണിയൻ ബിഹേവിയർ, സെക്കൻഡ് തിയറി. ഓക്കെ, ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ വാട്സോണിയൻ ബിഹേവിയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം the research findings of Pavlov in the United States of America. Watson started believing that learning was a process of conditioned reflexes responses. Okay, through the substitution of one stimulus for another. അതായത് സ്റ്റിമുലസ് റെസ്പോൺസസ് കണക്ഷൻ ത്രൂ കണ്ടീഷനിങ്. മനസ്സിലായല്ലോ. സ്റ്റിമുലസ് റെസ്പോൺസ് കണ്ടീഷനിങ് ത്രൂ കണക്ഷൻസ് ത്രൂ കണ്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് അത് വാട്സൺ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള തിയറിയാണ്. ഓക്കെ, ചോദിക്കാം. സ്റ്റിമുലസ് റിഫ്ലെക്സസ് കണക്ഷൻസ് ത്രൂ കണ്ടീഷനിങ്. ഓക്കെ, വാട്സൺ കണ്ടീഷനിങ് റിഫ്ലെക്സസ്. ഈ ഒരു തിയറി തന്നെയാണ് പിന്നെയും എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പാവ്ലോവിൻ്റെ തിയറിയുമായി ചുറ്റിപ്പറ്റി തന്നെയാണ് വാട്സോണിയൻ ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ വരുന്നു എന്നൊക്കെയാണ് ഇത് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസിനെ കുറിച്ച് പഠിച്ചു. സോ വി ആർ മൂവിങ് അടുത്ത applied behavior analysis. Okay, applied behavior analysis is a scientific approach to understand the behavior. Okay, so ഈ രണ്ട് തിയറീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തോർഡൈക്ക് ആൻഡ് കണക്ഷനിസം. തോർഡൈക്കിൻ്റെ കണക്ഷനിസം തിയറി. ഓക്കെ, തോർഡൈക്ക് ആൻഡ് കണക്ഷനിസം, അതേപോലെ തന്നെ സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വേറൊരു തിയറി. ഈ രണ്ട് തിയറിയും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണക്ഷനിസം തിയറി ആരുടെയാണെന്ന് ചോദിക്കാം, അതേപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി ആരുതാണെന്നും ചോദിക്കാം എക്സാമിന്. സോ കണക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ഷനിസം തിയറി is based on the principle of active learning and it is the result of work of American psychologist Thorndike. Okay, according to this law, learning is achieved when an individual is able to form association between a particular stimulus and response. അതെ, വീണ്ടും പെർട്ടിക്കുലർ സ്റ്റിമുലസും റെസ്പോൺസും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. ബട്ട് ഇയർ അസോസിയേഷൻ ആണ് കേട്ടോ. അസോസിയേഷൻ ബിറ്റ്വീൻ എ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. തോർഡൈക്കിൻ്റെ കണക്ഷനിസം തിയറി. ഓക്കെ, ഇതൊക്കെ കറക്റ്റായി കോൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് PDF എൻ്റെ ഗ്രൂപ്പിലിടാം. അതേപോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ക്യാറ്റ് ഇൻ എ പസിൽ ബോക്സ്. ഓക്കെ, ഒരു ചെറിയൊരു ക്യാറ്റിനെ പിടിച്ച് എ സ്മോൾ ക്യാറ്റ് വിത്ത് എ ഡോർ ദാറ്റ് വുഡ് ഓപ്പൺ ഇഫ് ഹംഗ്രി ക്യാറ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് എ പുൾഡ് സ്ട്രിങ്. അതായത് ഒരു സ്ട്രിങ് വലിച്ചു കഴിഞ്ഞാൽ ഒരു വിശന്ന ഒരു ക്യാറ്റിനെ ഒരു കേജിൽ പൂട്ടി, ചെറിയൊരു കേജിൽ പൂട്ടിയിട്ട് ഒരു സ്ട്രിങ് വലിച്ചു കഴിഞ്ഞാൽ അത് താനെ ഓപ്പൺ ആവും ഫോർ ദ ഫുഡ്. അപ്പോൾ ആദ്യം ആ ക്യാറ്റിനെ ഇട്ട സമയത്ത് ക്യാറ്റ് ഒരുപാട് സമയം എടുത്തു അത് സ്ട്രിങ് വലിച്ച് ഇങ്ങനെ നടന്ന് കളിച്ച് സ്ട്രിങ് വലിച്ച് പുറത്ത് വരാൻ വേണ്ടി. പക്ഷേ പിന്നീട് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് എന്താണ്, ക്യാറ്റിന് മനസ്സിലാവാൻ തുടങ്ങി. ഓക്കെ, ആദ്യം 5 മിനിറ്റ് എടുത്തെങ്കിൽ പിന്നീട് ഓരോ സമയത്ത് ഇതിങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയത്ത് 1 സെക്കൻഡ് 2 സെക്കൻഡ് പോലും എടുക്കാതെ ഡോഗിന് കാര്യം മനസ്സിലായി. സ്ട്രിങ് വലിച്ചു കഴിഞ്ഞാൽ അത് പോക്കും, എനിക്ക് പുറത്തേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ആ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യു ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Cat in a puzzle box experiment is related to connectionism, that is Thorndike. അതേപോലെ തന്നെ സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓക്കെ, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് is a form of learning in which motivation of a behavior happens after the demonstration is a behavior is demonstrated. അതായത് ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറി ഉള്ളത്. An animal or human receives a consequences after performing a specific behavior. ഓക്കെ, അതായത് ഒരു
ലിവിങ് ബീങ്സ് അല്ലെങ്കിൽ ഒരു ആനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ആണ് എന്താ പറയുക ഇതിൻ്റെ കോൺസിക്വൻസസ് അറിയാൻ പറ്റുക. കോൺസിക്വൻസസ് ഒന്നിക്കിൽ അത് റീഇൻഫോഴ്സർ ആയിരിക്കും, അല്ലെങ്കിൽ അത് പണിഷ്മെൻ്റ് ആയിരിക്കും. ഒന്നിക്കിൽ അവാർഡ്, റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യാൻ അവാർഡായിരിക്കും, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിരിക്കും. ഓൾ റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയറൽ റെസ്പോൺസ്. അതേപോലെ പണിഷ്മെൻറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയറൽ റെസ്പോൺസ്. ഓക്കെ, അതായത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എന്താ പറയുക അത് ചെയ്യാൻ അവാർഡും പണിഷ്മെൻറ്റും കിട്ടുമെന്നൊക്കെ മനസ്സിലാകുകയുള്ളൂ. അത് പണിഷ്മെൻറ്റ് കിട്ടുന്നതാണെങ്കിൽ അത് അല്ലേ ഡിക്രീസസ് ദ ലൈക്ലിഹുഡ്, അത് ചെയ്യാൻ മടിക്കും. ഹ്യൂമൻ ബീങ് അല്ലെ ആനിമൽ അത് ചെയ്യാൻ മടിക്കും. അത് നേരെ നമുക്ക് റീഇൻഫോഴ്സർ അല്ലെങ്കിൽ അവാർഡ്, ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമുക്കത് നല്ലതാണെങ്കിൽ അല്ലെ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ് മൗസ് ആൻഡ് പീജിയൻ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, മൗസ് ആൻഡ് പീജിയൻ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മളെ വീഡിയോ നീണ്ടുപോകും. പിന്നെ അവസാനമുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. ഇതിപ്പോൾ ഉള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ GBM എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറിയാണ്, വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ബിഹേവിയറിസ്റ്റിക് സൈക്കോളജി. ഓക്കെ, ഇത് ഡൊണാൾഡ് മെയ്ക്കെൻബർഗ് ആണ് ഈ പറഞ്ഞ മെയ്ക്കെൻബർഗ് ആണ് ഈ തിയറി പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ലേറ്റസ്റ്റ് തിയറി ആയതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഇൻകോപ്പറേറ്റഡ് ഓഫ് വേരിയസ് കൊഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലേ, തോട്ട്സ്, പെർസെപ്ഷൻസ്, സെൽഫ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആസ് ബേസ്ഡ് വിത്ത് ബിഹേവിയറൽ ഫ്രെയിംവർക്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഓക്കെ, ആദ്യകാലങ്ങളിൽ വെറും ഈ പറഞ്ഞ ബിഹേവിയർ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. പക്ഷേ ലേറ്റസ്റ്റ് തിയറിയിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സും കൂടി കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ഡൊണാൾഡ് ഡെവലപ്ഡ് തെറപ്റ്റിക് technique called CBM, which focuses on identifying and dysfunctional talk in order to unavoid behavior. Okay, so this is the behavioristic തിയറി. ബിഹേവിയറിസ്റ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഇതിലുണ്ട്. ഞാൻ എൻ്റെ PDF ഗ്രൂപ്പിലിട്ടേക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ. ഓക്കെ, ഓൾറെഡി പറഞ്ഞു. ടെലിഗ്രാമിൽ പോവുക, ജസ്റ്റ് ടൈപ്പ് UPSC KS 2024 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് കിട്ടും. ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് ദ PDF ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, ഐ ഗ്യാരണ്ടി യു നിങ്ങൾ ഈ PDF ഞാൻ എടുക്കുന്ന ക്ലാസ്സും നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 10-8 മാർക്ക് വരെ നിങ്ങൾക്ക് സൈക്കോളജിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു.